ഇത് തണ്ട ജിഗർ തണ്ട. പശുവിൻ പാൽ അതേപടി പാനീയങ്ങളിൽ ഉപയോഗിക്കാറില്ല. അത്രയ്ക്ക് കട്ടിയാണ്. അത് ചൂടാക്കും തോറും കട്ടി കുറഞ്ഞു വരും. അങ്ങനെ ചൂടാക്കി കട്ടി കുറച്ച് അത് തണുപ്പിച്ച് പഞ്ചസാരയും നറുനീണ്ടിയും ഐസ്ക്രീമും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന പാനീയമാണ് ജിഗർ തണ്ട. തമിഴ്നാട്ടിലെ മധുരയിൽ ഈ പാനീയം പ്രശസ്തമാണ്. ഹൃദയത്തെ തണുപ്പിക്കുന്നത് എന്നാണ് ജിഗർ തണ്ടയുടെ അർത്ഥം തന്നെ. കാർത്തിക് സുബ്രാജിന്റെ പുതിയ ചിത്രം ജിഗർ തണ്ടയും ഒരർത്ഥത്തിൽ ഹൃദയത്തെ തണുപ്പിക്കും. നല്ല സിനിമാറ്റിക് രുചിയുണ്ട്. നല്ല ചൂടൻ വില്ലൻ, തണുപ്പുള്ള തമാശകൾ, ഇടയ്ക്ക് ചില കാട്ടിക്കൂട്ടലുകളിലെ അരുചി, എല്ലാത്തിനൊടുവിൽ നല്ല സിനിമയുടെ രസം പകരുന്ന ക്ലൈമാക്സ്. ഇതാണ് ഒറ്റവാചകത്തിൽ ജിഗർ തണ്ട. എങ്ങനെയെങ്കിലും ഒരു സിനിമ പിടിക്കണമെന്ന ആഗ്രഹവുമായി നടക്കുകയാണ് കാർത്തിക്. അങ്ങനെയിരിക്കെ അവന്റെ സിനിമ നിർമ്മിക്കാമെന്ന് പറഞ്ഞ് ഒരു പ്രൊഡ്യൂസർ എത്തുന്നു. പക്ഷേ കക്ഷിക്ക് പറഞ്ഞു കേട്ട പഴഞ്ചൻ കഥകളൊന്നും പോരാ. യഥാർത്ഥ ജീവിതം സിനിമയാവണം. സിനിമയാകേണ്ടത് അതും ഒരു ഗ്യാങ്സ്റ്റർ മൂവി. തന്റെ സിനിമയിലൂടെ പറയാൻ പറ്റിയ ഒരു റൗഡിയുടെ കഥ തേടി കാർത്തിക് മധുരയിലേക്ക് വണ്ടി കയറുന്നു. അവിടുത്തെ പേരുകേട്ട റൗഡിയാണ് അസാൾട്ട് സേതു. സേതു അറിയാതെ അയാളുടെ ജീവിതം അടുത്തറിയാനുള്ള ശ്രമത്തിലാണ് കാർത്തിക്കും കൂട്ടുകാരനും. അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങളെല്ലാം പക്ഷെ അവസാനിക്കുന്നത് വൻ തമാശകളിലാണ്. അങ്ങനെയിരിക്കെ കാർത്തിക് പോലും അറിയാതെ ഒരു നാൾ അവന്റെ ജീവിതത്തിലേക്ക് എത്തുകയാണ് സേതു. കാർത്തികിന്റെ കഴുത്തിൽ സേതുവിന്റെ കൊലക്കത്തി അമർത്തുന്ന നിമിഷം പക്ഷെ അവൻ ഒരു കാര്യം പറഞ്ഞു. കാർത്തികിന്റെയും സേതുവിന്റെയും അയാളുടെ കൂട്ടാളികളുടെയും എല്ലാം ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് ഇതുവരെ കണ്ട കാഴ്ചകളെല്ലാം മാറി. ചിത്രത്തിന്റെ അവസാന സീൻ വരെ സസ്പെൻസ് ഒളിപ്പിച്ചു വെക്കുന്ന നല്ല സിനിമാ കാഴ്ചകളായാണ് ജിഗർ തണ്ട പ്രേക്ഷകന് മുന്നിലെത്തുന്നത്. പിസ എന്ന ആദ്യ ചിത്രത്തിലൂടെ തമിഴ് ഹൊറർ സിനിമകളുടെ സ്വഭാവം തന്നെ മാറ്റിയെടുത്ത കാർത്തിക് തന്റെ രണ്ടാമത്തെ ചിത്രത്തിലൂടെ കോമഡിക്കും വില്ലത്തരത്തിനും ഇടയിലൂടെ ഒരു നൂൽപാലം തന്നെയാണ് തീർക്കുന്നത്. സൂക്ഷിച്ച് നടന്നില്ല എങ്കിൽ കാലിടറി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണേക്കാവുന്ന ഒരു വിഷയത്തെ കയ്യൊതുക്കത്തോടെ കൈകാര്യം ചെയ്തിരിക്കുന്നു സംവിധായകൻ. ചിത്രത്തിന്റെ രണ്ടാം പകുതിയിൽ പലയിടത്തും ഈ നൂൽപാലത്തിലൂടെയുള്ള സംവിധായകന്റെ യാത്രയുടെ ദുരിതം കൃത്യമായി അറിയാനാവും. കാരണം ആദ്യ പകുതി വളരെ ഭംഗിയായി പോയ ചിത്രം രണ്ടാം പകുതിയിൽ പലയിടത്തും കാലിടറി. കാട്ടിക്കൂട്ടലുകളാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഭാഗങ്ങൾ വരെ ഉണ്ടായി. ഒരു ഘട്ടത്തിൽ എല്ലാം കൈവിട്ടുപോയോ എന്ന് തോന്നിച്ചെടുത്തു നിന്നായിരുന്നു കാർത്തിക് സുബ്രാജ് എല്ലാം തിരിച്ചു കൊണ്ടുവന്നത്. അതാകട്ടെ മനോഹരമായ ഒരു തിരിച്ചുവരവായിരുന്നു. ഒരർത്ഥത്തിൽ സംവിധായകൻ കാർത്തിക് സുബ്രാജിന്റെ തന്നെ ജീവിതമാണത്ര ഈ സിനിമ. ചിത്രത്തിൽ സിദ്ധാർത്ഥ് അഭിനയിക്കുന്ന കഥാപാത്രമായ കാർത്തിക് മറ്റാരുമല്ല, താൻ തന്നെയാണെന്ന് പറയുന്നു സംവിധായകൻ. തന്റെ ആദ്യ ചിത്രത്തിന് വേണ്ടി ഒരു പ്രൊഡ്യൂസറെ അന്വേഷിച്ച് നടന്ന പഴയ കാലത്തിന്റെ ഓർമ്മയിലേക്കാണ് പല സീനുകളും എഴുതി ചേർത്തത്. അതുവഴി കോളിവുഡിലെ പലർക്കിട്ടും നല്ല കൊട്ടുകൂട്ടുന്നുണ്ട് കാർത്തിക് ജിഗർ തണ്ടയിൽ. സുബ്രഹ്മണ്യപുരത്തിന് ശേഷം 80കളിലെ റൌഡിസത്തിന് പിന്നാലെ പോയി പലരുടെയും കൈപൊള്ളിയതാണ്. എന്നാൽ റൌഡിസത്തിന് അന്നും ഇന്നും ഒരേ മുഖമാണെന്ന് പറയുന്നു ജിഗർ തണ്ട. വളരെ ചെറിയ ക്യാൻവാസിലാണ് ജിഗർ തണ്ട ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ് നാരായണൻ ഒരുക്കിയ പാട്ടുകൾക്ക് പോലും മധുരയുടെ മണം, ഈണം. നായികാ പ്രാധാന്യമുള്ള ചിത്രമല്ല ഇത്. പക്ഷേ കഥ ക്ലൈമാക്സിലേക്ക് തിരിച്ചുവിടുന്നത് ലക്ഷ്മി മേനോൻ അവതരിപ്പിക്കുന്ന കയൽ എന്ന കഥാപാത്രമാണ്. പേടിത്തൊണ്ടനായ സിനിമാക്കാരിൽ നിന്ന് തിരക്കുള്ള ഉശിരൻ സംവിധായകനിലേക്കുള്ള കാർത്തികിന്റെ യാത്ര സിദ്ധാർത്ഥന്റെ അഭിനയത്തികവിൽ ഭദ്രമാകുന്നു. ഒരേ സമയം പേടിയും കോമഡിയും സമ്മാനിക്കുന്ന അസാൾട്ട് സേതുവാണ് പക്ഷേ ജിഗർ തണ്ടയിലെ താരം. നേരത്തിലെ വട്ടിരാജയെ പോലെയല്ല, അഭിനയത്തിൽ അതിൽ നിന്ന് ഒരുപാട് പടികൾ മുന്നോട്ട് കയറിയിരിക്കുന്നു ബോബി സിംഹ. ചോര ചീറ്റി തെറിക്കുന്ന വയലൻസ് ഉണ്ടെങ്കിലും ഇടിയും അടിയും ഐറ്റം ഡാൻസും എല്ലാം ഉണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം പോയി തീർച്ചയായും കാണാവുന്ന ചിത്രമാണ് ജിഗർ തണ്ട എന്ന് പറയുമ്പോൾ തന്നെ അറിയുക. ഹൃദയത്തെ തണുപ്പിക്കാൻ പോകുന്ന എന്തോ ഒന്ന് സംവിധായകൻ ഇതിൽ കാത്തുവച്ചിട്ടുണ്ട്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.